ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഇന്ത്യൻ ബൈക്ക് 3D ആയിട്ടാണ് കേട്ടോ ഗൈസ് വന്നിരിക്കുന്നത്. സോ ഗൈസ്, വീഡിയോ കിടക്കുമ്പോൾ കൂടെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. റോഡ് ടു 300 സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ ഗൈസ് ഇന്നത്തെ വീഡിയോ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ മാസം കയ്യാറായി, വെക്കേഷനും കയ്യാറായി ഗൈസ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് അടിച്ച് പൊട്ടിക്കുക. ഓക്കെ, സോ ഗൈസ്, നമുക്ക് കുറച്ച് ദിവസമേ കുളിച്ചിട്ടൊക്കെ. അപ്പോൾ നമുക്ക് അത് സ്വിമ്മിങ് പൂളിൽ ഗൈസ് കയറാൻ പറ്റില്ല. ഓക്കെ, കുളിക്കട്ടെ ഗൈസ്. സോ ഗൈസ്, ഇന്നത്തേക്ക് ഇപ്പോൾ കുളിച്ചാൽ മതി. ഓക്കെ, ആരോ വിളിക്കുന്നുണ്ടല്ല, ആരാണിത്? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ പോലീസുകാർ വിളിച്ചിട്ടുണ്ട്. ഈ സ്റ്റേഷൻ, നമ്മുടെ ഈ സ്റ്റേഷനിലത്തെയാണ്. എന്താണെന്ന് അറിയാൻ പാടില്ല. ഇനി നമ്മുടെ അടുത്ത് മാപ്പ് പറയാൻ വേണ്ടി വന്നതാണോ, പറയാൻ വേണ്ടി വിളിച്ചതാണെന്ന് അറിയാൻ പാടില്ല. കാരണം നമ്മുടെ സ്വഭാവം കഴിഞ്ഞ വീഡിയോ കാണിച്ചു കൊടുത്തതാണ്, അറിയാലോ. അപ്പം മനസ്സിലായല്ല, അവർക്ക് പേടിയുണ്ടാവും നമ്മൾ. അതുകൊണ്ടായിരിക്കും നമ്മൾ സോറി എന്നൊക്കെ പറയാൻ വേണ്ടി ആയിരിക്കും. ഇങ്ങനത്തെ തെറ്റ് ചെയ്യൂല എന്ന് പറയാൻ വേണ്ടി ആയിരിക്കും കേസ്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. അപ്പോൾ നമുക്ക് നടന്ന് തന്നെ പോവാം. ഇവിടെ അടുത്ത് തന്നെയാണല്ലോ ഈ നമ്മുടെ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഗീസ്, പോലീസ് സ്റ്റേഷനിൽ കയറുന്ന മുമ്പ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേസ്. ഓക്കെ, ആൻഡ് വിളിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല. എന്തിനാ വിളിച്ചാൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് പോലീസ് സ്റ്റേഷൻ. എടേ, എന്തിനാണ് ഞാൻ വിളിച്ചത്? താങ്കൾ ജയിലിൽ പോകേണ്ടതാണ്. കൂടുതൽ വിശേഷങ്ങൾ അകത്ത് കയറി പറയാ. ഞാൻ ജയിലിൽ പോവാനാ? എന്നെ തന്നെയാണോ പറയണ? ആള് മാറിയതായിരിക്കും നിങ്ങൾക്കൊക്കെ. അല്ല സാർ, ഞങ്ങളുടെ റൂൾ അനുസരിച്ച് ഇങ്ങനെ ചെയ്യണവരനൊക്കെ ജയിലിൽ കൊണ്ടുപോകേണ്ടതാണ്. അതുകൊണ്ട് താങ്കൾ ജയിലിൽ പോകേണ്ടതാണ്. എടേ, ഇവനെ മാറിപ്പോയതാണാ? ഡേ പോലീസുകാരാ, മാറിപ്പോയതാണാ എന്നെ വിളിച്ചിട്ട്? ചോദിപ്പറ. അല്ല സാർ, താങ്കൾ ജയിലിൽ പോകേണ്ടതാണ്. പിന്നെ എടാ, എൻ്റെ തോക്കണ്ടിട്ടാ, ഷോ അടിച്ച് ഇടിച്ച് കൊല്ലു ഞാൻ. എന്നെ കൊല്ലണാണെങ്കിലും ജയിലിൽ താങ്കൾ പോകേണ്ടതാണ്. എടേ, ഒരു കാഞ്ച ഇവിടുത്തെ നമുക്ക് വയ്ക്കാം. എടേ, എന്നെ ജയിലിൽ കൊണ്ടുപോകണമെന്നൊക്കെ പറയണേ, സത്യമാണോ? ഡേ, അതെ, താങ്കൾ ജയിലിൽ പോകേണ്ടതാണ് ഇപ്പോൾ. നീയാടെ ഞാൻ ജയിലിൽ പോകാൻ പറയണേ? ഇത് നമ്മുടെ കൺട്രിയിലത്തെ റൂളല്ലേ. നിങ്ങൾ തെറ്റ് ചെയ്തിരിക്കുന്നു. പോലീസുകാരനെയാണ് നിങ്ങൾ കൊന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ജയിലിൽ പോകേണ്ടതാണ്. ഞാൻ നിന്നെ കൂടെ കൊല്ലട്ടെ? എന്നെ കൊന്നാൽ നിങ്ങൾ തൂക്കിലേക്കും. ഇവിടുത്തെ ഡോണിൻ്റെ അടുത്ത് നീ പറയണേ? ഞാൻ പോണാണ് കേസ്. താങ്കളെ വിടൂല ഞങ്ങൾ. എന്തുകൊണ്ട് വിടൂല നിങ്ങ? താങ്കൾ ജയിലിൽ പോകേണ്ടതാണ്. എന്തൊക്കെയാണ് ഇവര് പറയണേ? അതന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ജയിലിൽ പോകേണ്ടതാണ്. എടാ, എൻ്റെ ഒരു തോക്കണ്ടിട്ടാ. നമ്മുടെ കയ്യിൽ മിസൈലുണ്ട്, അതെൻ്റെയിലും ഉണ്ട് ട്ടാ. എന്തായാലും താങ്കൾ ജയിലിൽ പോകേണ്ടതാണ്. എടേ ഗൈസ്, നമ്മൾ ജയിലിൽ പോകണം. നമ്മൾ ഇറക്കണില്ല ഗൈസ്. ഇവര് ഗൈസ് നമ്മൾ ജയിലിലാക്കിയേക്കണം ഗൈസ്. നീ ഏതാണ്? ഞാൻ അധോലോക ഡോണാണ് ഇവിടുത്തെ. എടേ, ഞാനടുത്ത ഡോണ് കേട്ടില്ല. അധികം ഷോണിച്ച കൊല്ലും. ഡോൺ വേറെ സ്ഥലത്തെ ഡോണാണ്. വേറെ സ്ഥലത്തെ ഡോണാണ് കണ്ടില്ല, വേറെ കണ്ടിരിക്കും. ഇവിടുത്തെ ഡോൺ ഞാനാണ് ഗൈസ്. മയക്കുമരുന്നാന്ന് തോന്നുന്നു ഗൈസ്. എന്തൊക്കെ പിച്ചും പേരൊക്കെ പറയണേ. നമ്മൾ ജയിലിലേക്ക് ആക്കി. ഡേ പോലീസുകാരാ, എന്ത് തുറന്നുകൊണ്ടേ? ഇല്ല സാർ, ഇന്നൊരു വലിയ ഒരു ഇതില്ലാണ്ട് നിങ്ങളെ വിടത്തില്ല. ഞങ്ങളുടെ അടുത്ത സിറ്റികളുടെ പോലീസുകാരത്തൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ വിശദമായി താങ്കളെ ഇറക്കാൻ നോക്കാൻ ഇറക്കിയേ പറ്റൂ. അത് പറയാൻ പറ്റില്ല സാർ. ചിലപ്പോൾ സാർ ജീവിതകാലം ഫുള്ളും ജയിലിരിക്കേണ്ടി വരും. എടേ ഗൈസ്, നമ്മൾ ജയിലിലേക്ക് ഗൈസ്. മച്ചാലും ഞാനും ഇരിക്കാം ഗൈസ്. എന്നാലും
നമ്മൾ ഇവിടുത്തെ ഡോണാണ്, നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ കൊന്നാനെ. പക്ഷെ കാര്യമുണ്ട് കേസ്, ഇവിടുത്തെ എന്ന് വെച്ചാൽ ഈ കൺട്രിയിലത്തെ എല്ലാ സിറ്റിയിലത്തെ എല്ലാ പോലീസുകാരും നമുക്കറിയാം നമ്മളെ തീർക്കാൻ വേണ്ടിയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പറയണത്. ഇവിടെ എല്ലാ പോലീസുകാരും നമ്മ കൊല്ലോ, എല്ലാ സിറ്റിയിലും എല്ലാ പോലീസുകാരും കൊല്ലത്തില്ല. പക്ഷെ താങ്കൾ ജയിലിൽ കടന്നു കഴിഞ്ഞാൽ താങ്കൾ എവിടെയാണെങ്കിലും കൊന്നിരിക്കും. എടേ ഗൈസ്, ഇപ്പോൾ നമ്മ ഒറ്റ ഒരാളുള്ളൂ, നമ്മ ഒരാൾ മതി ഗൈസ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും തട്ടാൻ. പക്ഷെ എല്ലാ സിറ്റിന്നും എല്ലാ പോലീസുകാരും നമുക്ക് പിടിച്ചിക്കാൻ പറ്റില്ല, നമുക്ക് പെട്ടെന്ന് ചത്തും ഗൈസ്. നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്തണം ഗൈസ്. സോ ഗൈസ്, അങ്ങനെ യാത്രയായിട്ടുണ്ട്. എടേ ഒന്ന് പുറത്തേക്ക് വിടറേ, താങ്കൾക്ക് വീട്ടിലൊന്നും പോകാനില്ലേ? ഞങ്ങൾ എല്ലാ ദിവസവും ഇവിടെ തന്നെ കിടക്കത്തുള്ളൂ. നിങ്ങൾ ഇവിടെ കിടക്കാനാ? അത് താങ്കൾ രക്ഷപ്പെടുമെന്ന് താങ്കൾക്കറിയാം. ഓഹോ ഗൈസ്, അപ്പോൾ ഒരു കിടിലൻ ഫൈറ്റ് ഇവിടെ നടക്കാൻ പോണ ഗൈസ്, നോക്കിക്കോ. ഞാൻ വേണ്ടെന്ന് വെച്ചതാ. ഇപ്പം നമ്മൾ തട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ലെന്നല്ല, നമ്മ തീർന്നു തട്ടിപ്പോയിക്കണേ. പക്ഷെ നമ്മുടെ അടുത്തവൻ്റെ ഒക്കെ കളി നമുക്ക് ഓക്കെ. എല്ലാവരും മനുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യണം, നമ്മൾ എയർപോർട്ടിൽ പോയിട്ട് വേഗം രക്ഷപ്പെടണം. ഒരു കാര്യമുണ്ട്, നമ്മൾ സ്റ്റിക്കി ഇതുണ്ട് ഗൈസ്, ഇതങ്ങനെ വെക്ക. ഓക്കെ, വെക്ക്. ജയില് ഫുള്ളും പൊട്ടിക്കുന്ന അമ്മ. ഓക്കെ, നമുക്ക് പുറകെ നിന്നിട്ട് ഗൈസ്, അങ്ങനല്ലല്ല ഇവിടെ ഓ ഗൈസ് അൺലോക്കായി. ഓ മാൻ ഗൈസ്, അൺലോക്കായി ഗൈസ്. ഇത് പുറത്തേക്ക് എങ്ങനെ കയറണം ഗൈസ്? നമ്മ ഇവിടുന്ന് ഓടുന്നുണ്ട് കേട്ടോ ഗൈസ്. ഓ മാൻ ഗൈസ്, ഓ ഗൈസ് ഇവിടെ കാറ്. ഓ നമുക്ക് എയർപോർട്ടിൽ എങ്ങനെയും രക്ഷപ്പെടണം ഗൈസ്. ഗൈസ് ഓ guys, oh man guys, എങ്ങനെ രക്ഷപ്പെടണം guys? Yes, guys എയർപോർട്ട് കയറിയിട്ടുണ്ട്. എങ്ങനെ നമ്മൾ രക്ഷപ്പെടും guys? ഓക്കെ, എയർപോർട്ട് കയറിയിട്ടുണ്ട് guys. പ്ലെയിനിൽ കയറി. അയ്യോ, പ്ലെയിൻ ഇറങ്ങാനല്ല, കയറാനെടുത്ത് പോലീസുകാർക്ക് 2 സ്റ്റാറായി ഓൾറെഡി. ഓ ഗൈസ്, ഗൈസ് ഓ ക്ലാസ്. ഓക്കെ ഗൈസ്, നമ്മ ഈ സിറ്റിന്ന് പോണേണ്. സോ ഗൈസ്, ഇപ്പം നമുക്ക് ഇനി വീഡിയോ നിർത്താം ഗൈസ്, അല്ലെങ്കിൽ എനിക്ക് 2 കൂടെ ചെയ്യാൻ പറ്റില്ല. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എടുത്ത് അവസാനിപ്പിക്കണം. ഇഷ്ടപ്പെട്ടില്ലേ ഷെയർ സബ്സ്ക്രൈബേഴ്സ്. അപ്പം ഞാനെങ്ങനെ നാട് വിട്ടു ഗൈസ്, എന്നിട്ട് കാണാം. കാണാന്ന് ഗൈസ്. അപ്പം ബൈ. എങ്ങനെ നാട് വിടാൻ നോക്കുകയാണ് ഗൈസ് ഞാൻ.